ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-29 വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. രണ്ട് പദപ്രയോഗങ്ങളാണ് ഇന്ന് പകൽക്കാലം ധ്യാനചിന്തയിൽ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ജനവുമായി സംസാരിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ആശ്വസിപ്പിക്കും. രണ്ട്, ആശ്വാസം കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ആശ്വസിപ്പിക്കും എന്ന പദം കർത്താവ് തൻ്റെ അടുക്കിലേക്ക് വരുന്നവന് കൊടുക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ, ഈ ലോകത്തിലെ ആകുലതകൾ, ആശങ്കകൾ, വേദനകൾ, ഭാരങ്ങളുള്ള ജനത്തിനോട് യേശുവിന് പറയുവാനുള്ള ഒന്നാമത്തെ വിളി, എൻ്റെ അടുക്കിലേക്ക് വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു, പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായിട്ട് യേശു പറയുന്ന മറ്റൊരു പദമാണ്, എന്നോട് ചേർന്ന് എന്നോട് പഠിച്ചാൽ നിങ്ങൾ ആശ്വാസം കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവ് തരുന്ന ഏറ്റവും ശ്രേഷ്ഠമേറിയ ചില അനുഗ്രഹങ്ങളുണ്ട്. അതുകൊണ്ട് 6 അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒന്ന്, ദൈവത്തെ അറിയുവാനുള്ള ഹൃദയം, പുതിയ ഒരു ഹൃദയം, യോഹന്നാൻ 11:9. നിത്യജീവൻ, യോഹന്നാൻ 10:8. പരിശുദ്ധാത്മാവ്, ലൂക്കോസ് 11:13. ഇവിടെ പറയുന്നു ആശ്വാസം. 2 വെളിപ്പാട് 2:10. ജീവകിരീടം. അപ്പോൾ ലോകത്തിന് ആർക്കും തരാൻ കഴിയാത്ത ശ്രേഷ്ഠമേറിയ അനുഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ ചെല്ലുമ്പോൾ ദൈവം കൊടുക്കുന്നത്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ മോശയും ദൈവവും തമ്മിൽ സംഭാഷിക്കുന്ന ഒരു സംഭാഷണമുണ്ട്. 33:12. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. അപ്പോൾ മോശയും ദൈവവുമായുള്ള സംഭാഷണമാണ് ഇവിടെ കാണുന്നത്. മോശ ദൈവത്തോട് പറയുകയാണ്, നിന്റെ സാന്നിധ്യം എൻ്റെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന ആശ്വാസം. പ്രൈസ് ദി ലോർഡ്. നോക്കണം, ഇവിടെ ദൈവം മോശയോട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. 25 ലക്ഷം ജനത്തെ നയിച്ചുകൊണ്ട് പോരുമ്പോൾ മോശ അനുഭവിച്ച പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കറിയാവുന്നത്. പലപ്പോഴും മോശയ്ക്കെതിരെ ഇവർ നിന്നിട്ടുണ്ട്, മോശയ്ക്കെതിരെ പിറുപിറുത്തിട്ടുണ്ട്. വെള്ളം കിട്ടാതെ വന്നപ്പോൾ, ഇറച്ചി കിട്ടാതെ വന്നപ്പോൾ മരുഭൂമിയിൽ അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു. നോക്കണം, ഈ ജനത്തെ കൂടെ
അവരെ നയിക്കുവാൻ മോശയ്ക്ക് കഴിയുകയില്ല. മോശ പറയുകയാണ്, നീ എൻ്റെ കൂടെ പോരുന്നു എങ്കിൽ മാത്രമേ എന്നെ അയക്കാവൂ. പ്രൈസ് ദി ലോർഡ്. അവിടെ നോക്ക്, ആ സാന്നിധ്യത്തിൻ്റെ അകത്ത് ലഭിക്കുന്ന സ്വസ്ഥത. ഈ പകൽക്കാലം ആ സാന്നിധ്യം കൊണ്ട് ലഭിക്കുന്ന സ്വസ്ഥതയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു പദമുണ്ട്. അനന്തരം അവളുടെ അമ്മാവിയമ്മ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടയോ? ഇവിടെ നമുക്കറിയാം, നവോമിയോടുകൂടെ ഇറങ്ങിത്തിരിച്ചതാണ് രൂത്ത്. രൂത്ത് ഇറങ്ങിത്തിരിക്കുമ്പോഴേ രൂത്തിനോട് നവോമി പറയുന്നുണ്ട്, എനിക്ക് 2 ആൺകുട്ടികളുണ്ടായിരുന്നു, അവർ 2 പേരും മരിച്ചുപോയി. ഇനി ഞാനൊരു വിവാഹം കഴിച്ച് എനിക്കൊരു കുഞ്ഞ് ജനിച്ച് നിനക്കൊരു ഭർത്താവിനെ തരാൻ നീ കഴിയുകയില്ല. ഇതൊക്കെ നവോമി രൂത്തിനോട് പറയുന്നുണ്ട്. കാലത്തെ കഷ്ടമാണത്. എന്നാൽ രൂത്ത് തനിക്കൊരു ഭർത്താവിനെ വേണമെന്നോ തൻ്റെ മുൻപോട്ടുള്ള ഗമനത്തിൽ അങ്ങനെ ഒരു കുടുംബജീവിതം നയിക്കണമെന്നോ ഒന്നും വിചാരിച്ചു കൊണ്ടൊന്നുമല്ല നവോമിയുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. രൂത്തിന് ഒരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ, നിന്റെ ജനം എൻ്റെ ജനം, നീ വസിക്കുന്നിടത്ത് ഞാൻ വസിക്കും, നീ മരിച്ചടക്കപ്പെടുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. ഈ ചിന്തയിലാണ് അവളുടെ കൂടെ ഇറങ്ങിത്തിരിക്കുന്നത്. അവളുടെ കൂടെ ഇറങ്ങിത്തിരിച്ചപ്പോൾ നവോമി രൂത്തിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ്, നിനക്ക് ഞാനൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടത്. അപ്പം നവോമിയോട് കൂടെ നിൽക്കുന്ന രൂത്തിന് ഒരു വിശ്രാമ സ്ഥലം, അല്ലെങ്കിൽ ഒരു സ്വസ്ഥത, അല്ലെങ്കിൽ ഒരാശ്വാസം നവോമി അന്വേഷിക്കേണ്ടതല്ലയോ എന്നാണ് അവളോട് ചോദ്യം. അതിന് അവൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബോവസിനോട് ബന്ധപ്പെട്ടും, ബോവസ് ഇവളുടെ വീണ്ടെടുപ്പുകാരനാണെന്നും വീണ്ടെടുപ്പുകാരനായ ബോവസിൻ്റെ അടുക്കൽ നീ ചെന്നാൽ അവൻ നിനക്ക് വീണ്ടെടുപ്പ് മുറ നിവർത്തിച്ചു തരും എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കും നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. ബോവസ് വീണ്ടെടുപ്പുകാരനാണെന്ന് ബോധ്യപ്പെടുകയും വീണ്ടെടുപ്പുകാരനായ ബോവസ് രൂത്തിനെ സ്വീകരിക്കുകയും രൂത്തുമായുള്ള വിവാഹമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ അർത്ഥം, നവോമിയുടെ ചിന്ത നവോമിയോട് കൂടെ വസിക്കുമ്പോൾ, നവോമിയോട് കൂടെ ഇറങ്ങിത്തിരിക്കുമ്പോൾ രൂത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വസ്ഥതയോ ഒരു വിശ്രാമമോ അവൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേങ്കിൽ നവോമി പറയുകയാണ്, എൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ച നിനക്ക്, എൻ്റെ കൂടെ വന്ന നിനക്ക്, എൻ്റെ കൂടെ നിൽക്കുന്ന നിനക്ക് ഞാനൊരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടത്. ദൈവമക്കളെ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം ചിന്തിക്കേണ്ട ഒരു മേഖലയായത്. പ്രൈസ് ദി ലോർഡ്. സ്വസ്ഥത എന്നുള്ളത്, വിശ്രാമം എന്നുള്ളത്, സ്തോത്രം, ആശ്വാസം എന്നുള്ളത് ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യന് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 23-ാം സങ്കീർത്തനത്തിൽ നമ്മളത് കാണുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തിലേക്ക് എന്നെ നടത്തും. നോക്ക്, സ്വസ്ഥത നോക്കണം. യഹോവ ഇടയനാകുമ്പോൾ, യഹോവയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ അവിടെ ലഭിക്കുന്നത് സ്വസ്ഥത. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. സ്വസ്ഥതയും ആശ്വാസവും അവിടെ കാണും. അത് യഹോവ ഇടയനായിരിക്കുന്ന ആടുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്. ഒന്ന്, സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിലത്തിലേക്ക് നടത്തപ്പെടും. 2, വടിയും കോലും ആശ്വസിപ്പിക്കും. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു കൂട്ടം ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അധ്വാനിച്ച് തളർന്നിട്ടുണ്ട്, ആകുലതകളും ആശങ്കകളും ബുദ്ധിമുട്ടുകളും വേദനകളും ഭാരങ്ങളുമുള്ള ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആത്മീയ വിഷയത്തിലും നിങ്ങൾക്കൊരു സന്തോഷം ലഭിക്കുന്നില്ല എല്ലായിടത്തും. യേശു പറയുകയാണ്, എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. യേശു വിളിക്കുന്നത് യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുവാൻ. യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആശ്വാസം എന്നുള്ളത്. ഈ ആശ്വാസം ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്നു. 2, ഭാവന ആശ്വാസം
അനുഭവിക്കുവാനിടയായിത്തീരും. എന്ന് വെച്ചാൽ എന്താണ് കൊടുക്കുന്നത് അത് അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. പ്രൈസ് ലോർഡ്. അവനത് രുചിക്കും, അവനത് എക്സ്പീരിയൻസ് ചെയ്യും. അതുകൊണ്ടാണ് ആശ്വാസം കൊടുക്കുന്നു, ആശ്വാസം കണ്ടെത്തുന്നു എന്ന പദം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, യേശുവിൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിൻ്റെ അടുക്കലേക്ക്, യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് വരുന്ന ഒരു മനുഷ്യന് പ്രൈസ് ലോർഡ് സ്വസ്ഥത ലഭിക്കുന്നു, ഒരു സ്വസ്ഥത അനുഭവിക്കുന്നു. ഈ സ്വസ്ഥത കർത്താവ് തരുന്നത് അനുഭവിക്കുവാനും അത് ലഭിക്കുവാനും വചനം കേട്ട ജനത്തിന് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു, പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ അടുക്കിലേക്ക് വരുന്ന ജനത്തിന് അങ്ങ് സ്വസ്ഥത കൊടുക്കുന്നു എന്നും ആ ജനം സ്വസ്ഥത അനുഭവിക്കുന്നു എന്നും ഞങ്ങൾ കേട്ടു. കർത്താവേ, ഹല്ലേലൂയ, അങ്ങയുടെ സ്വസ്ഥത ഹല്ലേലൂയ ഈ ഹല്ലേലൂയ വചനം കേൾക്കുന്ന ജനത്തിന് ലഭിക്കുവാനും അത് അനുഭവിപ്പാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആകുലതകൾ, ആശങ്കകൾ, വേദനകൾ ഇന്ന് പകൽക്കാലം മാറി അവർക്ക് ആശ്വാസം ലഭിക്കുവാനും കർത്താവ് ആശ്വാസം അനുഭവിപ്പാനും കർത്താവ് ഇടയാക്കണം. കർത്താവ് ചെയ്തുകൊണ്ട് സ്തോത്രം. ജനത്തെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തോട് തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.